This call is now being recorded. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. Yes, sir. ഓക്കെ, Yes, sir. സോ ഓക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറയാട്ടോ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് joint quality അല്ലേ, we are discussing about the joint qualities, then residual stresses, stress relieving, then what are the methods to relieve stress. അപ്പോൾ ഈ കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ റെസിഡുവൽ സ്ട്രെസ് നോക്കി. അപ്പോൾ അതിൽ there are certain factors which lead to residual stresses like heat input to the weldment, cooling rate, then stress present, അല്ലെങ്കിൽ സ്ട്രെസ് കൊറോഷൻ ക്രാക്കിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് certain factors leading to residual stresses. So how we can relieve this stress? It is by preheating the component or preheating the base metal we can relieve the stress. ഓക്കെ, സോ എങ്ങനെയാണ് ഈ പ്രീ ഹീറ്റ് ചെയ്യുന്നത്? നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഹൗ വി ക്യാൻ പ്രീ ഹീറ്റ് ഇറ്റ്? either we can electrically heat it, or by using radiant lamps we can heat it, or there are different methods, or by using radiant lamps we can heat it, or by electrically we can heat it. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫർണസ് വഴി നമുക്ക് ഹീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ സം ഫർണസസ്, ഇലക്ട്രിക് ഓർ അതർ ടൈപ്പ് ഓഫ് ഫർണസസ്. ഓക്കെ, സോ അങ്ങനെയൊക്കെ സ്ട്രെസ് നമുക്ക് റിലീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഈ പ്രീ ഹീറ്റിംഗ് കൂടാണ്ട് ദർ ആർ ഓൾസോ സം അതർ മെത്തേഡ്സ് ഓഫ് റിലീവിങ് stresses. Okay, apart from preheating there are also other methods, like they include peening, hammering or surface rolling. ഇപ്പോൾ ഹാമറിങ് ആൻഡ് സർഫസ് റോളിങ് നമുക്കറിയാം എന്താണെന്ന്. അപ്പം ഈ വെൽഡഡ് ഏരിയയിൽ നമ്മൾ ഹാമർ ചെയ്തിട്ട് നമുക്ക് അതിലെ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഒന്നെങ്കിൽ അതിനെ ഷീറ്റ് പോലത്തെ ടൈപ്പ് മെറ്റീരിയൽസ് ആണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സർഫസ് റോളിങ്. ഓക്കെ, ദെൻ പീനിങ് ഈസ് ഷോർട്ട് പീനിങ് ആണ്, അതായത് ഷോർട്ട് സ്പെരിക്കൽ ബോൾസ് കൊണ്ട് നമ്മൾ ഹാമറിങ്ങിൻ്റെ സെയിം എഫക്റ്റ് ആണ് അവിടെ ഇമ്പാക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദീസ് ആർ ദ അതർ different methods of relieving stresses. Okay, then we came to the heat treatment of welded joints. ഹീറ്റ് ട്രീറ്റ്മെന്റിൽ വരുന്നത് നമ്മൾ ഓൾറെഡി ഹീറ്റ് ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണല്ലോ ലാസ്റ്റ് ടൈമിൽ. സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ ഉണ്ടായിരുന്നു. സോ പ്രീ ഹീറ്റിംഗ് ഈസ് ദർ ആർ ടു ടൈപ്സ് ഹൗ വി ക്യാൻ ട്രീറ്റ് ദിസ് മെറ്റീരിയൽ ഓർ ദി വെൽഡഡ് ജോയിന്റ്. ഫസ്റ്റ് one is by preheating, and second one is by post heating treatments. Okay, so preheating we are doing it for reducing the residual stresses and cracking of the base metal. Okay, also preheating helps to give a favorable metallurgical structure in heat affected zone. Heat affected zone important ആണ്. heat affected zone weak ആയാൽ അത് പിന്നീടുള്ള വെൽഡ് ക്വാളിറ്റീനെ ബാധിക്കും. സോ ഫേവറബിൾ മെറ്റലജിക്കൽ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ HASൽ ഫേവറബിൾ മെറ്റലജിക്കൽ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രീ ഹീറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. In addition to being preheated for stress relieving, weld may be heat treated by various other techniques also, like post heating techniques. So, in order to modify other properties, അതിൽ വരുന്നതാണ് these techniques include annealing, normalizing, quenching and tempering. ഇപ്പോൾ annealing, quenching, normalizing, tempering ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, then next one is the different heat treatment processes. നെക്സ്റ്റ് വൺ ഈസ് ഡിഫറെൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് പ്രോസസ്സസ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് പ്രോസസ്സസ്? ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങളെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ലാബിൽ നിങ്ങൾ ചെയ്തതാണ്. ഓക്കെ, ലാസ്റ്റ് ടൈമിലായിരുന്നു നിങ്ങൾക്കത് ലാസ്റ്റ് ടൈമിൽ ചെയ്തതായിരിക്കും. സോ ദർ ആർ ഡിഫറെൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സ്. അപ്പോൾ അതിൽ ചിലതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. സോ ഇൻ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെറ്റീരിയൽ വി വിൽ ഡിസ്ട്രക്ട് ദ മെറ്റീരിയൽ ആൻഡ് വി വിൽ ടെസ്റ്റ് ഇറ്റ് അല്ലേ. ഇപ്പോൾ വണ്ടീൻ്റെ ഒക്കെ ക്രാഷ് ടെസ്റ്റ് പോലെ. ദെൻ അനദർ സെക്കൻഡ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഈസ് ദാറ്റ് ഈസ് non-destructive testing. So in non-destructive testing, we will use certain methods not to understand the surface flaws or any type of cracks or porosities present on the surface or within the material. അപ്പോൾ അതിന് നമുക്ക് കുറേ ടെക്നിക്സ് വിത്തൗട്ട് ബ്രേക്കിംഗ് ദ പാർട്ട് ഓർ ബ്രേക്കിംഗ് ദ വെൽഡ് മെറ്റീരിയൽ ഓർ ബ്രേക്കിംഗ് ദ കോമ്പോണൻറ്റ് വി ക്യാൻ അനലൈസ് ദ cracks or
porosities or any surface flaws present on the material. Okay, but in destructive testing we will break the material. So we will അല്ലെ അതൊരു സാമ്പിൾ ആയിരിക്കും. ആ സാമ്പിൾ നമ്മൾ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യും. Then after that only if it is failing the test, means if we are not getting the proper result, we will again remanufacture it. Otherwise we will follow the same procedure for the rest of the products. Okay, അപ്പോൾ അതിൽ വരുന്ന നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ഹാർഡ്നെസ് ടെസ്റ്റ്. ഇറ്റ് ഇസ് നോട്ട് ദർ ഇൻ ദിസ് ടെൻഷൻ ടെസ്റ്റ് ആണ് ഫസ്റ്റിലെ. ഹാർഡ്നെസ് ടെസ്റ്റ് നമുക്കറിയാം അല്ലേ. അപ്പോൾ കാരണം ഹിയർ ദ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് പർട്ടിക്കുലർലി ഇറ്റ് ഈസ് ഇവിടെ ഇപ്പം നമ്മൾ കുറച്ച് ടെസ്റ്റ് കൊടുത്തതെല്ലാം പർട്ടിക്കുലർലി ഇറ്റ് ഈസ് ഫോർ വെൽഡഡ്. സോ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സ്. ദർ ആർ ഡിഫറെൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സ്, ബട്ട് ഓൾ ഓഫ് ദം മേ നോട്ട് ബി യൂസ് ഫോർ ദിസ് വെൽഡിംഗ്, means for testing this weld joints. So harness test is there കാരണം അത് നമ്മൾ ചെയ്തതാണല്ലേ. So harness testing is the one of the best method for evaluating the weld and this heat affected zone. So in that case we need not to destroy the welded joint. Like we know that there are certain destructive testing equipments like Brinell hardness tester, Rockwell hardness tester or Vickers hardness tester. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തായിരിക്കും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഹാർഡ്നെസ് ഓഫ് ദ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ അതിൽ ചെറിയൊരു ഇൻഡൻറ്റേഷൻ മാത്രമേ അത് ഉണ്ടാക്കുന്നുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. Then also there are other tests like tension test, tension shear test, compression test, okay, bend test. So there are different types of test. So the tension test എന്താണ്? The longitudinal and transverse tension tests are performed on specimens removed from actual welded joints and from the weld metal area. So by conducting the tension test, നമുക്കറിയാം നമുക്ക് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. സോ ബൈ യൂസിങ് എൻ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ വി ക്യാൻ കണ്ടക്ട് ദി ടെൻഷൻ ടെസ്റ്റ് അല്ലേ. യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ അത് അല്ലേ, there will be grips on both sides. So we will clamp the material, clamp the rod, then we will pull it on both sides. So അങ്ങനെ നമ്മൾ ടെൻഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം സിമിലർ മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ക്യാൻ ബി ഡൺ ഇൻ ദി വെൽഡ് ജോയിൻറ്റ്സ് ഓൾസോ. Okay, so after conducting the tension test, here both the longitudinal as well as transverse tension test can be performed, and after conducting the tension test we will obtain a stress strain curve. Okay, നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് ലോഡ് എത്രയാണ് നമുക്കറിയാം, എത്രയാണ് അതിലുണ്ടാകുന്ന സ്ട്രെയിൻ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ വി ക്യാൻ പ്ലോട്ട് എ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. Okay, so from the curve we will get certain data. So these curves indicate the yield strength, then ultimate tensile strength, ductility of the welded joint, okay, the elongation and reduction of area, etc. So it can be observed at, it can be find out at different locations and directions. So in that way we can find out the different material properties by conducting this type of tension test. Then tension shear test is there. It's a second type of test. Here the specimens in the tension shear test are prepared to simulate conditions to which actual welded joints are subjected. These specimens are subjected to tension so that the shear strength of the welded metal and location of fracture can be determined. So tension shear test equipments വെച്ചിട്ട് നമുക്ക് ടെൻഷൻ ഷിയർ ടെസ്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ ടെൻഷൻ ടെസ്റ്റിൽ നമുക്ക് എന്താണ് ടെൻഷൻ ലോഞ്ചിറ്റ്യൂണൽ ട്രാൻസ്വേഴ്സ് ടെൻഷൻ മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ ടെൻഷൻ ഷിയർ ടെസ്റ്റ് വി ക്യാൻ conduct both tension in shear direction also we can conduct. Then bend test is another type of test. So this also you might have done in your strength of materials lab. Several bend tests have been developed to determine the ductility and strength of welded joints. So in one common test, the welded specimen is bent around a fixture. In another test, the specimens are tested in 3-point transverse bending. So there are several different types of bend tests. Okay, അപ്പോൾ നമ്മളതിൽ നിങ്ങളിവിടെ ടിമ്പർ കംപ്രഷൻ ടെസ്റ്റ്, ടിമ്പർ ബെൻഡ് ടെസ്റ്റ് ഒക്കെ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ലാബിൽ എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെൻഡ് ടെസ്റ്റ്. One is by bending the specimen around a fixture like that at a particular point of stress load it will break. So we can find out the values of the ultimate strength and all. So these tests help to determine the relative ductility and strength of welded joints. So welded joints in the strength ductility എല്ലാം നമുക്ക് ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും.
Okay. Then next one is fracture toughness test. Fracture toughness test. In here, the fracture toughness test commonly utilize the impact testing techniques. Impact testing techniques എന്തൊക്കെയാണ് നമുക്കറിയാം. ISOD, CHARPY. In that, we know systems are first prepared. Okay. So using this ISOD CHARPY test, we can find out the fracture toughness of the material. So that is another type of destructive testing of these welded joints. Then corrosion and creep test. So corrosion and creep test is another type of test. So another type of test. So here, in addition to undergoing mechanical test, welded joints also may be tested for their resistance to corrosion and creep. Okay. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ കൊറോഷൻ റെസിസ്റ്റൻസിനെയും അതുപോലെ തന്നെ ക്രീപ്പ് റെസിസ്റ്റൻസും ടെസ്റ്റ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് കൊറോഷൻ ആൻഡ് ക്രീപ്പ് ടെസ്റ്റ്. Because of the difference in the composition and microstructure of the material in the welded zone, preferential corrosion may take place in the zone. Okay. അപ്പോൾ കാരണം എന്താണ് കോമ്പോസിഷണൽ ചേഞ്ചസ് മൈക്രോസ്ട്രക്ചറൽ ചേഞ്ചസ് കാരണം അവിടെ സോണൽ കൊറോഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ. സോ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. Similarly, creep tests are important in determining the behavior of the welded joints and structures subject to elevated temperatures. ഇതുപോലെ തന്നെ if the welded joints, we are using that welded joints for some applications for elevated temperature, in such cases also we can use this test. So this test is very important in such cases for such welded joints which are using in applications which are subjected to elevated temperatures. ഇത്രയൊക്കെയാണ് നിങ്ങളെ ഡിഫറെൻറ്റ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ടെക്നിക്സ് ആണ്. So in non-destructive testing, it includes different testing methods like visual examination, liquid particle testing. Then there are several NDT methods. Eddy current method is there. Ultrasonic testing is there. Liquid penetrant test is there. Magnetic testing, that's magnetic particle testing is there. Acoustic emission testing is there. Thermal testing, optical method. There are several types of testing. So here we are discussing 5 types of NDT methods. So welded structures often have to be tested non-destructively, particularly for critical applications in which weld failure can be catastrophic, such as in pressure vessels, load-bearing structure members, and power plants. Okay. So non-destructive testing techniques or welded joints generally consist of the following methods. ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും മെത്തേഡ്സ് മാത്രമാണ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് വിഷ്വൽ ഇൻസ്പെക്ഷൻ. എന്താണ് വിഷ്വൽ ഇൻസ്പെക്ഷനിൽ ചെയ്യുന്നത്? സോ ഹിയർ ആൻ എക്സ്പീരിയൻസ്ഡ് വെൽഡർ ഓർ ഇൻസ്പെക്ടർ ക്യാൻ ഡിറ്റക്ട് മോസ്റ്റ് ഓഫ് ദ വെൽഡ് ഡിഫക്ട് ബൈ കെയർഫുൾ എക്സാമിനേഷൻ. അപ്പോൾ നമ്മളെ വിഷ്വൽ എക്സാമിനേഷൻ കൊണ്ട് മാത്രം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. വി ആർ നോട്ട് യൂസിങ് എനി ടൈപ്പ് ഓഫ് മെത്തഡോളജീസ് ഹിയർ. Just by visually we can find out whether there is any defect or there is any surface flaws in the material. Okay. So അതിന് ആർക്കാണ് അത് പറ്റുക? ഒരു എക്സ്പീരിയൻസ്ഡ് വെൽഡർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻസ്പെക്ടറിന് മാത്രമേ അത് പറ്റൂ അല്ലേ? Experienced welder or experienced welding inspector can do this. Okay. So by doing the different defects, what we can observe is undercut, overlap, surface crack, slag inclusions, penetration, and these are the different defects which can be observed by visual inspection. അതാണ് ഒരു മെത്തേഡ്. Then another one is radiographic test is there. എന്താണ് റേഡിയോഗ്രഫി ടെസ്റ്റ്? സോ ഇൻ റേഡിയോഗ്രഫി ഇപ്പോൾ ഇതുപോലെ ഒരു റേഡിയൻ സോഴ്സ് നിന്ന് നമ്മൾ എന്താണ് റേഡിയോഗ്രഫി ഫസ്റ്റ് നമുക്ക് നോക്കാം. റേഡിയോഗ്രഫി ഈസ് എസെൻഷ്യലി എ ഷാഡോ പാറ്റേൺ ക്രിയേറ്റഡ് വെൻ സർട്ടൻ ടൈപ്പ് ഓഫ് റേഡിയേഷൻ പെനട്രേറ്റ് ഓൺ ആൻ ഒബ്ജെക്ട് ആൻഡ് ആർ ഡിഫറൻഷ്യലി അബ്സോർബ്ഡ് ഡിപ്പെൻഡിങ് ഓൺ വേരിയേഷൻസ് ഓഫ് തിക്നെസ്, ഡെൻസിറ്റി ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ മെറ്റീരിയൽ. സോ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? റേഡിയോഗ്രഫിയിൽ നമ്മൾ ഈ ഒരു സോഴ്സ് ഓഫ് റേസ് നമ്മൾ ഈ പറയുന്ന വെൽഡഡ് മെറ്റീരിയലിൻ്റെ മുകളിൽ നമ്മൾ പതിക്കും. നമ്മൾ എക്സ് റേസ് പോലെ അല്ലെങ്കിൽ ഗാമ റേസ് പോലത്തെ മെറ്റീരിയൽസ് പോലത്തെ റേസ് നമ്മൾ പതിക്കും അല്ലേ? സോ ബൈ അനലൈസിങ് ദ ഷാഡോ പാറ്റേൺ ഓഫ് ദി ഒബ്ജെക്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഡിഫക്ട്സ് ഇൻ ദ മെറ്റീരിയൽ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്.
സോ എന്താണ് സംഭവിക്കുക അവിടെ? സോ നമുക്ക് അവിടെ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസിലുള്ള ഷാഡോസ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഹൗ ഇറ്റ് ഈസ് ചേഞ്ചിങ്, ദ ഇൻറ്റൻസിറ്റി ചേഞ്ചസ് എങ്ങനെ ഉണ്ടാകുന്നത്? There will be changes which depends on the variation of thickness, density and chemical composition of the material. So this shadow graph or the shadow of the object is recorded on a photographic film to provide a permanent record. So നമുക്ക് ഈ പറയുന്ന മെറ്റീരിയലിന്റെ ഒരു ഷാഡോ ഇമേജ് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ നമ്മൾ പതിക്കും അല്ലേ? So by analyzing that photographic film, we can find out whether there is any surface cracks or flaws within the material. Okay, so ഇതാണ് ഈ ഒരു ടെസ്റ്റ്. So for that test we can use X-ray radiography, we can also use gamma radiography, അങ്ങനെ ഡിഫറെൻറ്റ് റേഡിയോഗ്രഫി ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് ആണ് കാണിക്കുന്നത്. ദർ ഇസ് എ റേഡിയേഷൻ സോഴ്സ് ആൻഡ് ഫ്രം ദ റേഡിയേഷൻ സോഴ്സ് ഫോർ എക്സാമ്പിൾ X-ray is emitted from that radiation source. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ സ്പെസിഫിനിൽ വോയിഡ് ഉണ്ട്, വേറൊരു അണ്ടർ കട്ട് അവിടെ കാണുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വി വിൽ ഗെറ്റ് എ ഷാഡോ. സോ ഇറ്റ് ഈസ് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ നമ്മളത് കളക്ട് ചെയ്യും അല്ലേ? സോ അതാണ് ഇവിടെ കാണിക്കുന്നത്. ദ പ്ലാൻ വ്യൂ ഓഫ് ദ ഫിലിം ഈസ് ഷോൺ ഹിയർ. ഡാർക്കർ ഏരിയാസ് ആഫ്റ്റർ പ്രോസസ്സിംഗ്. അപ്പോൾ ആ ഡാർക്കർ ഏരിയാസ് കാണിക്കുന്നത് ഇൻറ്റൻസിറ്റി ചേഞ്ചസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ബിക്കോസ് ഓഫ് ദി സർഫസ് ഫ്ലോസ് വിത്തിൻ ദ മെറ്റീരിയൽ. ഓക്കെ, ഇത് വേറൊരു ഫിഗർ ആണ്. So there will be a X-ray generator or radiographic generator. The X-rays are emitted and there will be a specimen. So in the specimen there are certain hole ആണെങ്കിൽ നോക്കുക അവിടെ വേറൊരു ടൈപ്പ് ആണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കളർ ചേഞ്ച്. ചാനൽ സെക്ഷൻ ആണെങ്കിൽ another type of color change. Then this type of voids in another type, cracks in another type. So we can by analyzing the final photographic image we can analyzing that image we can say whether the specimen is having a good quality or not. Okay, then magnetic particle inspection. So magnetic particle inspection is another type of this test. So here what we are doing is, your magnetic particle inspection is based on the principle that ferromagnetic materials when magnetized will have distorted magnetic fields in which there are material flaws. നമുക്കൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് നമ്മൾ എപ്പോഴെങ്കിലും ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്താൽ അതിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ എന്താണ് സിമിലർ പാറ്റേണിൽ അലൈൻ ചെയ്ത് നിൽക്കും. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എല്ലാം ആ രീതിയിലെ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അതിനൊരു മാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ വാട്ട് വി ആർ ഡൂയിങ് ഹിയർ ഈസ് വി വിൽ കോട്ട് ദ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഓവർ ദ സ്പെസിമെൻ. നമ്മൾ ഇതിൻ്റെ മുകളിലൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ടിങ് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിനെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സർഫസ് ഫ്ലോസ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാക്സ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ത് സംഭവിക്കും, അത് ഡിസ്റ്റോർട്ടഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആയിരിക്കും നമുക്ക് തരിക. സോ ബേസ്ഡ് ഓൺ ദാറ്റ് റിസൾട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ ദർ ഇസ് എനി ഫ്ലോസ് ഓർ cracks within the material. Okay, the magnetic field can be set up by passing an electric current through all or a portion of the part. നമുക്ക് ഏത് പോർഷൻ ആണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, സോ ഇൻ ദാറ്റ് പോർഷൻ we can set up a magnetic field there. Either directly we can magnetize it or we can use a secondary conductor to magnetize the material. The current may be passed through the part or through a conductor in close proximity to the part. അപ്പോൾ അങ്ങനെ കറണ്ട് പാസ് ചെയ്തിട്ടാണ് അതിന് മാഗ്നറ്റൈസ് ചെയ്യുന്നത്. സോ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ സി ദ ഇമേജ് യു ക്യാൻ സി ഹിയർ. ഇപ്പോൾ മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷൻ്റെ ഒരു ഇമേജാണ് ഫസ്റ്റ് കാണിക്കുന്നത്. സോ ദർ അവിടെ അവിടെ ഓൾറെഡി മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് കോട്ട് ചെയ്ത ഒരു മെറ്റീരിയലാണ്. സോ ദിസ് ഈസ് നോട്ട് എ വെൽഡഡ് ജോയിൻറ്റ്, ദിസ് ഈസ് അനദർ സ്പെസിമെൻ. സോ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മൾ അതിൻ്റെ മുകളിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ കോട്ട് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ മാഗ്നറ്റൈസ് ദ പ്രോഡക്റ്റ്. സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ ടേക്ക് ഇറ്റ് അണ്ടർ ആൻ അൾട്രാവയലറ്റ് റേസ്. സോ വി ക്യാൻ വ്യൂ ദി ക്ലിയർലി വി ക്യാൻ വിസിബിൾ ദി ക്രാക്സ് ഇൻസൈഡ് ദ മെറ്റീരിയൽ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷനിലൂടെ ക്രാക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഫിഗർ താഴെയും കൊടുത്തിട്ടുണ്ട്. സി ദ മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടാകുമ്പോൾ ക്രാക്കുള്ള സ്ഥലം നോക്കിയേ, അവിടെ മാത്രം മാഗ്നറ്റിക് മെറ്റീരിയൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വരും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാറ്റം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷൻ മെത്തേഡിൽ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലിക്വിഡ് പെനട്രൻറ്റ് ടെസ്റ്റ്.
So in the liquid penetrant test method involves flooding the surface with a light oil-like penetrant solution that is drawn into the surface discontinuity by capillary actions. ഇപ്പോൾ ലിക്വിഡ് പെനട്രൻറ്റ് ടെസ്റ്റിൽ നമ്മൾ ഒരു സിമിലർ ടൈപ്പ് തന്നെയാണ്. നമ്മളിവിടെ ലിക്വിഡ് പെനട്രൻസ് വെച്ചിട്ട് നമ്മൾ ഈ സർഫസിൻ്റെ മുകളിൽ കോട്ട് ചെയ്യുന്നു നമ്മൾക്ക് വേണ്ടത്. സോ after that there is a procedure which have to be followed. After that we can by analyzing the specimen we can find out the which all parts the specimen is having cracks. So after initially liquid penetrant test involves flooding the surface with a light oil-like penetrant solution. So we will coat the surface of the specimen with a light oil-like penetrant solution. So by capillary action അതെന്ത് സംഭവിക്കും, ക്രാക്സിൻ്റെ ഇടയിലൊക്കെ പോയി നിൽക്കും അല്ലേ. So after the excess liquid has been removed from the surface, so after that we have to remove the excess liquid അല്ലേ, അതിനോട് കോട്ട് ചെയ്തു, excess liquid remove ചെയ്തു. Then a thin coating of absorbent material is applied to draw the traces of penetrant from the defects to the surface of the for observation. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു അബ്സോർബൻറ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ്, ഈ ക്രാക്സിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലിക്വിഡ് പെനട്രൻറ്റിൻ്റെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ നമുക്ക് അവിടെയൊക്കെ ക്രാക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. So bright colored dyes of fluorescent materials are added to the penetrant solution to make the traces more visible. അപ്പോൾ നമുക്കത് പെട്ടെന്ന് വിസിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ കുറച്ച് എന്താടെയും ഡൈസ് ഓഫ് ഫ്ലൂറസൻ മെറ്റീരിയൽസ് ഓൾസോ ഈസ് ആഡഡ് ടു ദിസ് ലിക്വിഡ് പെനട്രൻറ്റ്. ഇപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ഫസ്റ്റ് വി നീഡ് ടു ക്ലീൻ ദ സ്പെസിമെൻ. ഓക്കെ, അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് കാണിക്കുന്ന ഫിഗർ കാണിക്കാം. ഫസ്റ്റ് വി നീഡ് ടു പ്രീ ക്ലീൻ ദ പാർട്ട് യൂസിങ് ക്ലീനർ റിമൂവർ. സോ ഇനീഷ്യലി വി നീഡ് ടു ക്ലീൻ ദ സ്പെസിമെൻ ബൈ യൂസിങ് എ ക്ലീനർ ഓർ എ റിമൂവർ. കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തു. അതിനുശേഷം വി നീഡ് ടു അപ്ലൈ ദ ലിക്വിഡ് പെനട്രൻറ്റ്. ഇപ്പോൾ ഈ ലിക്വിഡ് പെനട്രൻ്റെ കൂടെ എന്തുണ്ടാവും, ദർ വിൽ ബി എ ഡൈ, ഫ്ലൂറസൻ്റെ ഡൈ ഓൾസോ വിൽ ബി ആഡഡ്. കാരണം ഫ്ലൂറസൻ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നത് നമുക്കത് വിസിബിലിറ്റി കൂടുതലാണ് അല്ലേ. സോ അപ്ലൈ ദ ലിക്വിഡ് പെനട്രൻറ്റ് ത്രൂ ഔട്ട് ഓവർ ദി സ്പെസിമെൻ. ദെൻ വാട്ട് യു ഹാവ് ടു ഡു, കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യും. സോ ബൈ കാപ്പിലറി ആക്ഷൻ എന്ത് സംഭവിക്കും, ഇത് ക്രാക്സ് ഉണ്ടെങ്കിൽ ക്രാക്സിൻ്റെ അകത്തേക്ക് എന്ത് പോകും, ഈ ലിക്വിഡ് പെനട്രൻറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്യും. എവിടെയൊക്കെ ക്രാക്സ് ഉണ്ടോ അതിൻ്റെ അകത്തേക്കൊക്കെ പെൻട്രേറ്റ് ചെയ്യും. ബട്ട് ഈ ക്രാക്സ് നമുക്ക് naked eye കൊണ്ട് കാണാൻ വേണ്ടി പറ്റൂല. ബട്ട് ആഫ്റ്റർ കോട്ടിങ് ദിസ് ലിക്വിഡ് പെനട്രൻറ്റ് ഇറ്റ് വിൽ ബി ത്രൂ കാപ്പിലറി ആക്ഷൻ ഇറ്റ് വിൽ ബി എൻറ്ററിങ് ടു ദിസ് ക്രാക്സ്. ആഫ്റ്റർ ദാറ്റ് വി വിൽ റിമൂവ് ദിസ് എച്ച് പെനട്രൻറ്റ്. ഇതിന് മുകളിൽ വെച്ച എല്ലാ പെനട്രൻസിനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യും. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇനീഷ്യൽ സ്പെസിമെനുള്ള പോലെ തന്നെ ഉണ്ടാവും, ക്ലീൻ ആയി, എവിടെയും നമുക്കിത് കാണാനൊന്നും പറ്റൂല അല്ലേ. സോ ആഫ്റ്റർ ദാറ്റ് നമുക്കപ്പോൾ ഈ ക്രാക്സിൻ്റെ അകത്തേക്ക് പോയ ഈ പറയുന്ന ലിക്വിഡ് പെനട്രൻറ്റിനെ പുറത്തേക്ക് കിട്ടണം അല്ലേ. So after that what we will apply a thin coating of a developer on that. ഇപ്പോൾ ഒരു ഡെവലപ്പർ കോട്ടിങ് അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യും. സോ ആഫ്റ്റർ വി വിൽ വെയിറ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. അപ്പോൾ ഡെവലപ്പർ കോട്ട് ചെയ്താൽ അതിൽ നിന്ന് ഈ ക്രാക്സിൻ്റെ അകത്തേക്ക് പോയ ഈ ലിക്വിഡ് പെനട്രൻറ്റ് പുറത്തേക്ക് വരും. സോ ബൈ വ്യൂയിങ് ദാറ്റ്, അപ്പോൾ അതിൽ ഫ്ലൂറസൻ മെറ്റീരിയലും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ബൈ വ്യൂയിങ് ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ ദോസ് പ്ലേസസ് ഓർ ദോസ് ഏരിയാസ് ദർ ആർ ക്രാക്സ്. സോ ആ ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമുക്കതിനെ ഫർദർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇനീഷ്യലി ക്രാക്സ് വിൽ ബി, ഇതാണ് ഒരു ഫിഗർ കാണിക്കുന്നത്, ക്രാക്സ് വിൽ ബി ഫിൽഡ് വിത്ത് ഡേർട്ട്. ദെൻ വി വിൽ ക്ലീൻ ദാറ്റ്. സോ ആ ഡേർട്ട് എല്ലാം ക്ലീൻ ചെയ്തു. ദെൻ അപ്ലിക്കേഷൻ ഓഫ് പെനട്രൻറ്റ്. ദെൻ വാട്ട് വി വിൽ ക്ലീൻ ദി പെനട്രൻറ്റ് അല്ലേ. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് നോക്കി അതിൻ്റെ മുകളിൽ ആ കോട്ടിങ് പോയി അല്ലേ. ഇനീഷ്യലി ഒരു റെഡ് കോട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ വി വിൽ ക്ലീൻ ദ സ്പെസിമെൻ. സോ ഓൺലി വിത്തിൻ ദ ക്രാക്ക് ദർ വിൽ ബി ദിസ് പെനട്രൻറ്റ്. Then we will apply the developer. So what happens, we will wait for a few minutes. Then ഈ ഡെവലപ്പർ അപ്ലൈ ചെയ്തോടെ ഇതെന്തെയും പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങും അല്ലേ. സോ ബൈ വ്യൂയിങ് ദി ഇൻഡിക്കേഷൻ വി ക്യാൻ അനലൈസ് ദി സ്പെസിമെൻ. അപ്പോൾ ഇതാണ് വേറെ ടൈപ്പ് ഓഫ് ടെസ്റ്റ്, ലിക്വിഡ് പെനട്രൻറ്റ് ടെസ്റ്റ്. ദെൻ അനദർ വൺ ടെസ്റ്റ് ഈസ് അൾട്രാസോണിക് ടെസ്റ്റ്. എന്താണ് അൾട്രാസോണിക് ടെസ്റ്റ് ചെയ്യുന്നത്? അൾട്രാസോണിക് ഇൻസ്പെക്ഷൻ കൺസിസ്റ്റ് ഓഫ് സെൻഡിങ് എ ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ, so beyond 20 kilohertz through a component and observing what happens when the beam hits a discontinuity or a change in density. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഹൈ ഫ്രീക്വൻസി അൾട്രാസോണിക് വേവ്സ് നമ്മൾ പാസ് ചെയ്യുന്നു അല്ലേ. ഹൈ ഫ്രീക്വൻസി അൾട്രാസോണിക് വേവ്സ് 20 കിലോഹെർട്സിലേക്കാളും കൂടുതലുള്ള ഫ്രീക്വൻസിയിലെ വേവ്സ് പാസ് ചെയ്യുമ്പോൾ സംഭവിക്കും, ഈ കോമ്പൗണ്ടിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് എനി ഡിഫക്ട്സ് ഓർ പോറോസിറ്റീസ് ഓർ ക്രാക്സ് വിത്തിൻ ദ സ്പെസിമെൻ, there will be an alteration in the reflected beam. നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്ന സിഗ്നലിൽ, അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ കടന്നു വരുന്ന സിഗ്നലിൽ ഓൾട്രേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ആ ഏരിയാസിൽ എന്തുണ്ടെന്ന്, ഫ്ലോ അതിൻ്റെ ഉള്ളിൽ പൊറോസിറ്റിയോ ക്രാക്സോ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ വിൽ പാസ് ദിസ് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ
through a component and observing what happens when the beam hits a discontinuity or a change in density. The altered ultrasonic signal can be used to detect flaws within the material. Okay. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഡിസ്ട്രക്റ്റീവ് ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ്സിലില്ലേ. അതൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ് ഡിസ്ട്രക്റ്റീവ് ആൻഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ ഡിഫറെൻറ്റ് വെൽഡിംഗ് ടെക്നിക്സ്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് വെൽഡിംഗ് ടെക്നിക്സ് ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ resistance welding ആണ്. നമ്മൾ ഓൾറെഡി നോക്കി. ബേസ്ഡ് ഓൺ ദി welding means it is a joining process and where we will use heat അല്ലേ. so based on how we are producing this heat, there are different classification of welding. Okay, so in this welding process either we can add filler materials, and also either we will apply pressure or we no need to apply pressure അല്ലേ. പ്രഷർ അപ്ലൈ ചെയ്തിട്ടും അപ്ലൈ ചെയ്യാണ്ടും നമുക്ക് വെൽഡ് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്യാം, ചില കേസിൽ ആഡ് ചെയ്യാതിരിക്കുന്നുണ്ട്. ബട്ട് ഹീറ്റ് ഈസ് എസെൻഷ്യൽ. ഹീറ്റ് എന്താ ഇറ്റ്സ് നെസസറി ആണ്. എന്തായാലും ഹീറ്റ് നമുക്ക് അപ്ലൈ ചെയ്യണം. ഹീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സോ ഇൻ റെസിസ്റ്റൻസ് വെൽഡിംഗ് വാട്ട് വി ആർ ഡൂയിങ്. സോ ഇൻ ദിസ് പ്രോസസ് ദ വർക്ക് പീസ് ടു ബി ജോയിൻഡ് ആർ held together and a strong electric current of low voltage approximately 0.5 to 10 volt and high amperes or high amperage 62 so 1 lakh amperes is passed through them. Okay, when the current passes through the metal, the high resistance at the point of contact raises the temperature at the junction. The mechanical pressure applied at this moment completes the weld. അപ്പോൾ അങ്ങനെയാണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ the heat is produced by the resistance produced against this ഇലക്ട്രിക് കറണ്ട് അല്ലെ. അല്ലെങ്കിൽ ഈ ഇപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ട് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാവുന്ന ഹീറ്റ് വെച്ചിട്ടാണ് നമ്മളവിടെ വെൽഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് ജോയിന്റ് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വെൽഡ് വേണ്ടത് ആ രീതിയിൽ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത് ഒരു ലോ വോൾട്ടേജ് ആണല്ലേ. സോ ഒരു വെൽഡിംഗ് മെഷീൻ ഉണ്ടാവും. വി വിൽ അപ്ലൈ ലോ വോൾട്ടേജ് ഓഫ് 4.5 to 10 volt, ബട്ട് ഹൈ ആംബിയറേജ് കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. 60 to 1 lakh amperes വരെ റേഞ്ചിലെ ഹൈ ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് പോകുമ്പോൾ അല്ലെ. ഐ സ്ക്വയർ ആർ ടി എന്നുള്ള റിലേഷനിലാണ് ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വെൻ ദ കറണ്ട് പാസ് ത്രൂ ദ മെറ്റൽ, ഹൈ റെസിസ്റ്റൻസ് അറ്റ് ദ പോയിന്റ് ഓഫ് കോൺടാക്ട്. അപ്പോൾ ഈ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ എപ്പോഴും സംഭവിക്കും, ഹൈ റെസിസ്റ്റൻസ് ഉണ്ടാവും. ആൻഡ് ഹൈ റെസിസ്റ്റൻസ് മീൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഹൈ ടെമ്പറേച്ചർ. സോ ഇങ്ങനെ ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സഫീഷ്യൻറ്റ് പ്രഷർ അപ്ലൈ ചെയ്യും ഇൻ ഓർഡർ ടു വെൽഡ് ദ മെറ്റീരിയൽ. ഓക്കെ, സോ ദാറ്റ് കംപ്ലീറ്റ് ദ വെൽഡ്. സോ ഇതാണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ജംഗ്ഷനിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് അവിടെ ഹീറ്റ് ഉണ്ടാക്കുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം വി വിൽ അപ്ലൈ suitable amount of pressure also. Likewise we will get the completed weld. This type of welding is further subdivided into different types. അപ്പോൾ അതിനെ നമ്മൾ അഗെയിൻ സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ടാണ്? സ്പോട്ട് വെൽഡിംഗ്, ബട്ട് വെൽഡിംഗ്, ഫ്ലാഷ് വെൽഡിംഗ്, സീം വെൽഡിംഗ്, സ്റ്റഡ് ആർക്ക് വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, പെർക്കഷൻ വെൽഡിംഗ്, അങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്സ് വെൽഡിംഗ് ആയിട്ട് നമ്മൾ വീണ്ടും ഈ റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെ സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓരോന്നിനും ഓരോ ടൈപ്പ് പ്രൊസീജിയറാണ്. എല്ലാത്തിലും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് സെയിം ദിസ് റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഹീറ്റ് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാത്തിലും അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ഇങ്ങനെയാണ്. ദർ വിൽ ബി ഇലക്ട്രോഡ് അല്ലേ, ഇതിനുണ്ടാകുന്ന ഇലക്ട്രോഡ്. സോ വാട്ട് ഹാപ്പൻസ്, നമുക്ക് വേണ്ട ഷീറ്റ്സ് ആണ് ഈ രണ്ട്. ഈ ഷീറ്റ്സ് ആണ് നമ്മൾ വെൽഡ് ചെയ്യേണ്ടത്. ഈ കാണുന്ന ബ്ലാക്ക് പോർഷൻസിലാണ് നമുക്ക് വേണ്ട വെൽഡ് കിട്ടേണ്ടത് അല്ലേ. സോ ദാറ്റ് വെൽഡഡ് പോർഷൻ വിൽ ബി കോൾഡ് ആസ് വെൽഡ് നഗറ്റ്. ഓക്കെ, സോ ഇവിടെയാണ് നമുക്ക് വെൽഡ് വേണ്ടത്. ഓപ്പോസിറ്റ് 2 sides ആയിട്ട് നമ്മൾ ഇലക്ട്രോഡ് വെക്കും. ആഫ്റ്റർ ദാറ്റ് we will circulate this high amperage current with having low voltage. So in that junction it will produce very high amount of heat. So if by pressurizing this at that point, by applying sufficient pressure by the electrodes, we will get a tight welded joint there. അങ്ങനെയാണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ HAZ in റെസിസ്റ്റൻസ് വെൽഡിങ്. അപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിങ്ങിലെ ഹീറ്റ് എഫക്റ്റഡ് സോൺ ആണ് പറയുന്നത്.
As some regions of the two sheets are heated to various temperatures during the welding process, some amount of heat affected zone is unavoidable. അല്ലെ നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായാലും വെൽഡ് ചെയ്ത് ആ വെൽഡ് ഏരിയൻ്റെ സൈഡിലായിട്ട് ഹീറ്റ് എഫക്റ്റഡ് സോൺ ഉണ്ടാവും. ദർ വിൽ ബി എ ഫ്യൂഷൻ സോൺ പ്ലസ് എ ഹീറ്റ് എഫക്റ്റഡ് സോൺ വിൽ ബി ദർ. The material within the HAS undergoes microstructural changes due to the heating and cooling cycle. ഇപ്പോൾ കണ്ടിന്യൂസ് ഹീറ്റിംഗ് കൂളിംഗ് സൈക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. HAS സോണിൽ the material within the HAS will undergo microstructural changes. Some of the effects may be beneficial to the welded joint and some other may affect the properties of the welded joint. Some of these microstructural changes is beneficial. It will improve the quality of the weld, but some other properties may affect the welding section badly, and it may lead to the failure of the weld. So what is our goal? Our goal in good resistance welding process is to minimize this HA zone. ഈ HA സോൺ, അതായത് ഹീറ്റ് എഫക്റ്റഡ് സോൺ മിനിമൈസ് ചെയ്യുക എന്നതായിരിക്കണം നമ്മളെ എയിം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഹീറ്റ് എഫക്റ്റഡ് സോൺ ഇൻ റെസിസ്റ്റൻസ് വെൽഡിങ്. അപ്പോൾ ഇതിൽ ടൈമിങ്ങിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ദ ടൈം ഓഫ് വെൽഡിങ്. ഫോർ എക്സാമ്പിൾ, ദർ ഈസ് എ ടേം കോൾഡ് സ്ക്യൂസ് ടൈം. ദാറ്റ് ഈസ് സ്ക്യൂസ് ടൈം ഈസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദ ഇലക്ട്രോഡ്സ് അപ്ലൈ പ്രഷർ ഓൺ ദ വർക്ക് മെറ്റീരിയൽ ആൻഡ് കീപ്സ് ഇറ്റ് റെഡി ഫോർ വെൽഡിങ്. ഓക്കെ, സോ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ക്യൂസ് ടൈം ദ വെൽഡ് കറന്റ് ഈസ് അപ്ലൈഡ്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോഡ് കൊണ്ട് നമ്മൾ പ്രഷർ ചെയ്യുന്നുണ്ടല്ലേ, വർക്ക് പീസിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഉണ്ട്. ആ പ്രഷർ ചെയ്തിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സ്ക്യൂസ് ഏകദേശം ഒരു പർട്ടിക്കുലർ എമൗണ്ട് പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ സ്ക്യൂസ് ടൈം എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് വെൽഡ് ടൈം ഓൾസോ. എന്താണ് വെൽഡ് ടൈം? ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദ വെൽഡിംഗ് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് വിത്ത് ദ പ്രഷർ അപ്ലൈഡ്. സോ ഓൾറെഡി പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിനൊന്നിച്ച് വെൽഡിംഗ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. നൗ ദ വർക്ക് മെറ്റീരിയൽ ഗെറ്റ്സ് ഹീറ്റഡ് അപ്പ് ആൻഡ് at the contact surface a weld area or fused weld area is formed. അതിനാണ് വെൽഡ് നഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ആ നമ്മൾ പ്രഷർ ചെയ്ത ഭാഗത്ത് മാത്രം എന്ത് സംഭവിച്ചു? ഹീറ്റിംഗ് ഉണ്ടായി. ദാറ്റ് ഈസ് എ ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ദർ ആൻഡ് വി വിൽ ഗെറ്റ് എ ഫൈനലൈസ്ഡ് വെൽഡ് നഗറ്റ് ദർ. ഓക്കെ, ദെൻ അനദർ ടൈം ഈസ് ദർ ഹോൾഡ് ടൈം. അപ്പോൾ സ്ക്യൂസ് ടൈം ഉണ്ട്. നമ്മൾ പ്രഷർ കൊടുക്കുന്ന ആ ടൈമിനെയാണ് സ്ക്യൂസ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ ആ വെൽഡ് ചെയ്യപ്പെടുന്ന ടൈമിനെയാണ് വെൽഡ് ടൈം എന്ന് പറയുന്നത്. ദെൻ വൺ മോർ ഈസ് ദർ ഹോൾഡ് ടൈം. ദ ഹോൾഡ് ടൈം സ്റ്റാർട്ട്സ് വെൻ electric current is switched off. During this period, the pressure continues to be applied but is released at the end. The weld nugget solidifies during this period. അപ്പോൾ വെൽഡ് നഗറ്റ് സോളിഡിഫൈ ചെയ്യാനുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ഹോൾഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾഡ് ടൈം എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? വെൽഡ് കറണ്ട് നമ്മൾ ഓഫ് ചെയ്തു, ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നില്ല, ബട്ട് അവിടെ ഓൾറെഡി അത് മെൽറ്റ് ആയിട്ടുണ്ടല്ലോ ഏരിയ, ബട്ട് സ്റ്റിൽ വി ആർ അപ്ലൈയിങ് പ്രഷർ. സോ വി വിൽ ഗിവ് സം ടൈം ഫോർ solidification. That time also we will apply the pressure. We will not release the pressure. സോ അതിനെയാണ് നമ്മൾ ഹോൾഡ് ടൈം എന്ന് പറയുന്നത്. ആദ്യം സ്ക്യൂസ് ചെയ്തു, സ്ക്യൂസ് ടൈം ഈസ് ദർ. ദെൻ ആഫ്റ്റർ അപ്ലൈങ് the current, the weld time is there. Then there comes the hold time, and finally we will off it, that is off time. At the end of the hold time to the start of Q's time of next welding cycle നെ നമ്മൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ കഴിഞ്ഞിട്ട് അടുത്ത സൈക്കിൾ തുടങ്ങുന്നതിൻ്റെ ഇടയിലെ ടൈം. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈംസ് എന്ന് പറയുന്നത് ഇതാണ്. കുറേ സമയങ്ങളുണ്ട്. ഓക്കെ, സോ റെസിസ്റ്റൻസ് വെൽഡിങ്ങിന് സർട്ടൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. സ്പോട്ട് വെൽഡിംഗ് അല്ല. സ്പോട്ട് വെൽഡിംഗ് ഇറ്റ്സ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ദിസ് റെസിസ്റ്റൻസ് വെൽഡിംഗ്. ഇപ്പോൾ ഓക്കെ, സ്പോട്ട് വെൽഡിങ്ങിൻ്റെയും പറയാം നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. വൺ ഈസ് ഫാസ്റ്റർ പ്രോസസ് ആണ്. ദെൻ ഹിയർ വി ആർ നോട്ട് യൂസിങ് എനി ഫില്ലർ മെറ്റീരിയൽസ്. Then it is semi-automatic operation. Then similar and dissimilar metal can be welded in this case of resistance welding. Then high reliability. Then we does not require a highly skilled operator for doing resistance welding. Semi-skilled worker is enough. Okay. Then it's an economical process, and also it is suitable for mass production. Some of the disadvantages are higher cost of equipment, skilled person needed for maintenance, larger thickness cannot be welded. These are the certain disadvantages of this process. Okay. ഇപ്പോൾ റിമൈനിങ് സെക്ഷൻസ് നമ്മൾ അടുത്ത ഹവർ നോക്കുന്നതായിരിക്കും.